ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പഠന രീതികൾ അഥവാ ലേണിംഗ് മെത്തേഡാണ്. ആദ്യം പഠന രീതി എന്ന് പറയുന്നത് പാഠ്യപദ്ധതി, നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പാഠ്യപദ്ധതി ഏതാണോ ആ പാഠ്യപദ്ധതിക്ക് അനുസരിച്ചിട്ടാണ് പഠന രീതി ഏതാവണമെന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന പാഠ്യപദ്ധതി എന്ന് പറയുന്നത് സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലേണിംഗ് മെത്തേഡിനെ നമ്മൾ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ശിശു കേന്ദ്രീകൃതവും രണ്ടാമത്തേത് അധ്യാപക കേന്ദ്രീകൃതവും. ശിശു കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ റോള് കുട്ടികൾക്കാണ്, അധ്യാപകർക്ക് സെക്കൻഡറി റോളാണ്. അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ പ്രൈമറി റോൾ ഗോസ് ടു ടീച്ചർ, ഈ കുട്ടികൾക്ക് സെക്കൻഡറി റോളായിരിക്കും. ഈ ശിശു കേന്ദ്രീകൃതത്തിന് നമ്മൾ ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശിശു കേന്ദ്രീകൃതം 5 ലേണിംഗ് മെത്തേഡുകളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഒന്ന് അന്വേഷണ രീതി അഥവാ ഇൻക്വയറി മെത്തേഡ്, രണ്ടാമത്തേത് പ്രൊജക്റ്റ് രീതി അഥവാ പ്രൊജക്റ്റ് മെത്തേഡ്, 3 അപഗ്രഥന രീതി അഥവാ അനലറ്റിക്കൽ മെത്തേഡ്, 4 പ്രശ്ന പരിഹരണ രീതി അഥവാ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, 5 കളി രീതി അഥവാ പ്ലേ വേ മെത്തേഡ്. ഇതിലാദ്യത്തേത് അന്വേഷണ രീതിയാണ്. അന്വേഷണ രീതിയെ നമ്മൾ ഹ്യൂറിസ്റ്റിക് രീതി അഥവാ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, കണ്ടെത്തൽ രീതി എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയാണ് അന്വേഷണ രീതി. ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ്. ഇവിടെ കുട്ടികൾ സ്വന്തമായിട്ട് ഒരു പ്രശ്നം കണ്ടുപിടിക്കുകയും ആ പ്രശ്നത്തിന് സ്വയം വിശകലനം ചെയ്ത് അവർ സ്വന്തമായി പരിഹാരം നടത്തുകയും ചെയ്യുന്നു. ടീച്ചേഴ്സിന് അവിടെ പ്രത്യേകിച്ച് ഒരു റോളുമില്ല. കുട്ടികളെ തന്നെ ഒരു ശാസ്ത്രജ്ഞന്മാരായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അവർ സ്വന്തമായ ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നു, അവർ സ്വന്തമായി അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നു. കുട്ടികളുടെ ഇഷ്ടത്തിന് നമ്മളവിടെ വിട്ടുകൊടുക്കുകയാണ്. അവരൊരു സയൻറ്റിസ്റ്റാണ് എന്നാണ് പറയുന്നത്. അവിടെ ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് ഒരു റോളും തന്നെ ഇല്ല. അപ്പോൾ അവർ സ്വന്തം അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും ഒക്കെ അറിവ് നേടുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തമായി കണ്ടുപിടിക്കുന്നതാണ്. അവിടെ ടീച്ചേഴ്സിന് ഒരു റോളും ഇല്ല. അപ്പോൾ അവരെന്താണോ ഒരു ഫൈനൽ ഒരു റിസൾട്ട് എത്തിയിരിക്കുന്നത് അത് ചിലപ്പോൾ തെറ്റാവാം. തെറ്റാണെങ്കിൽ തന്നെ അവരതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അവരുടെ ജഡ്ജ്മെൻറ്റ് തന്നെയാണ് ശരിയെന്ന്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ റിസൾട്ട് തന്നെയാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പ്രൊജക്റ്റ് രീതിയാണ്. പ്രൊജക്റ്റ് രീതിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ യഥാർത്ഥമായൊരു പ്രശ്നത്തിനെ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് പ്രൊജക്റ്റ് രീതി. ഇതിന് ജോൺ ഹ്യൂയിയുടെ പ്രായോഗികവാദവുമായിട്ട് ബന്ധമുള്ള ഒരു രീതിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് പ്രൊജക്റ്റ് രീതിക്ക് പ്രധാനമായും എടുത്തു പറയുന്നത്. ഒന്ന് കിൽപാട്രിക്കിൻ്റെയും പിന്നെ ഒന്ന് സ്റ്റീവൻസണിൻ്റെയും. കിൽപാട്രിക്ക് പറയുന്നത് പൂർണ്ണ മനസ്സോടെ ഉദ്ദേശ്യാധിഷ്ഠിതമായി പറ്റുമെങ്കിൽ സ്വാഭാവിക സാഹചര്യങ്ങളിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഏകകമാണ് പ്രൊജക്റ്റ് രീതി. ഇനി സ്റ്റീവൻസണിലേക്ക് പോവുകയാണ് എങ്കിൽ സ്വാഭാവിക സാഹചര്യങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുന്ന പ്രശ്നാധിഷ്ഠിത പ്രവർത്തനമാണ് പ്രൊജക്റ്റ് രീതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രൊജക്റ്റ് രീതിയിലേക്ക് വരുമ്പോഴേക്കും യഥാർത്ഥമായൊരു പ്രശ്നത്തിനെ എടുത്ത് അത് സന്ദർഭം പോലെ വന്നു ചേരുന്നതാവാം. എന്തായാലും യഥാർത്ഥമായൊരു പ്രശ്നത്തിനെ എടുത്ത് അതിനെ പഠിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് പ്രൊജക്റ്റ് രീതി. ഇതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഈ പ്രൊജക്റ്റ് രീതിയുടെ പ്രവർത്തനം ഉദ്ദേശാധിഷ്ഠിതമായിരിക്കണം. എന്തെങ്കിലും ഒന്ന് വെറുതെ കാണിച്ചാൽ പോരാ, അതിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രൊജക്റ്റിൽ മാനസികമായിട്ടുള്ള കായികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു നാട്ടിലെ ജലദൗർലഭ്യമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ദൗർലഭ്യമുണ്ടോ, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് കുളമോ കിണറോ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യാവലികൾ തയ്യാറാക്കാം. നമുക്ക് അത് പല വീടുകളിലായി കയറി ഇറങ്ങി ചോദ്യാവലികൾ നമുക്ക് പൂരിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ അവിടുത്തെ വാട്ടർ റിസോഴ്സോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു അന്വേഷണമാവാം. അവിടുത്തെ ഭൂഗർഭജല അതോറിറ്റികളെ സംബന്ധിച്ച് അവിടുത്തെ വിവരങ്ങൾ എടുക്കാം. അങ്ങനെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഇത്തരത്തിലുള്ള കായികപരമോ മാനസികപരമോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കുക തന്നെ വേണം.
പ്രോജക്റ്റ് വ്യത്യസ്ത അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുള്ളതായിരിക്കണം. യഥാർത്ഥ അനുഭവങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം, പ്രൊജക്റ്റ് രീതി കൊണ്ട് എന്ത് ഗുണമാണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. ഇതിവർ സ്വന്തമായി ചെയ്യുന്നതാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള സാഹചര്യത്തിൽ ചെയ്യാൻ പഠിതാക്കൾക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് പ്രൊജക്റ്റ് രീതി ചെയ്യുന്നത്. മാത്രമല്ല, പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുക്കാൻ നേരത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയം, പ്രൊജക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളതിന് പ്രൊജക്റ്റ് വഴി ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. അപ്പോൾ ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഭാവിയിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടിന് പ്രയോജനപ്രദമായിരിക്കുന്നത് ആവണം. ഇതെല്ലാം പ്രൊജക്റ്റ് രീതിയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. ഇനി ഈ പറയുന്ന പ്രൊജക്റ്റ് രീതിയിൽ വിവിധ ഘട്ടങ്ങളുണ്ട്. ആദ്യം ഒരു സന്ദർഭം സൃഷ്ടിക്കണം. എന്താണോ പ്രശ്നം, ആ പ്രശ്നം നമ്മൾ നമ്മുടെ സന്ദർഭത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ രീതികളിൽ നിന്നോ നമുക്ക് ആ ഒരു യഥാർത്ഥ ജീവിതത്തിൽ നിന്നോ ഒരു പ്രശ്നം കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ട ഘട്ടം. ഇനി പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ നിന്ന് സ്വയം ഇന്ന പ്രശ്നമാണ് നമുക്ക് കുറച്ചും കൂടി പ്രയോജനപ്രദം, അല്ലെങ്കിൽ ഇന്ന പ്രശ്നത്തിനാണ് നമ്മൾ പരിഹാരം കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി പ്രയോജനപ്രദം എന്നെല്ലാം പറഞ്ഞ് അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ച പ്രശ്നങ്ങളിൽ നിന്നൊരു സ്വയം നിർദ്ദേശിച്ച് ഒരു പ്രശ്നം തിരഞ്ഞെടുക്കുകയാണ് അടുത്തത് വേണ്ടത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനമാണ്. അതായത് ഒരു അധ്യാപകൻ്റെ മാർഗദർശനത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഒരു അധ്യാപകൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഘട്ടം ഘട്ടമായി ഈ പ്രോജക്റ്റിൻ്റെ സംവിധാനം പഠിതാക്കൾ നിർവഹിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതായത് എന്താണ്, സ്വന്തം അഭിപ്രായങ്ങൾ പറയുക, ഇത് ഏത് രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടാം, നിങ്ങൾ എടുത്തിരിക്കുന്ന അതായത് എന്തൊക്കെയാണ് ഈ പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ ഇപ്പോൾ ചോദ്യാവലി ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ടീച്ചറെ, അതേപോലെ തന്നെ ഞാനിപ്പോൾ അവിടെ പോയി ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജലസ്രോതസ്സുകൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരം പ്ലാനുകൾ നമുക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അത് പോസിബിളാണ്, ഇത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ടുള്ള പ്ലാനുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ടീച്ചർ ഈ ഒരു സംവിധാനത്തിലാണ് ടീച്ചർ അത് കുട്ടികളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. അതായത് അവരെന്താണോ തീരുമാനമെടുത്തത് അത് കറക്റ്റാണോ, അതിൻ്റെ ബലവും ബലഹീനതയൊക്കെ കണക്കിലെടുത്ത് അന്തിമമായിട്ടുള്ളൊരു പ്ലാനിന് രൂപം കൊടുക്കുകയാണ് സംവിധാനത്തിൽ ടീച്ചർ ചെയ്യുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിർവഹണമാണ്. അതായത് ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതിൽ ഓരോരുത്തർക്കും പല താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കും ശേഷിക്കും ഒത്ത് പല കർത്തവ്യങ്ങൾ പലർക്കായിട്ട് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിർവഹണത്തിൽ ഉൾപ്പെടുന്നത്. ഇനി പലരും ചെയ്തിരിക്കുന്ന ആ പ്ലാനുകളെല്ലാം അനുസരിച്ച്, നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന പ്ലാൻ എല്ലാം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുകയും ആ നിർവഹണ ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടികളെല്ലാം അവർ ചെയ്തുകൊണ്ട് വരും. അത് ഫീഡ്ബാക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് വിലയിരുത്തൽ എന്ന് പറയുന്ന ഘട്ടം. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്, നമ്മൾ ഈ പ്രോജക്റ്റിന് തിരഞ്ഞെടുത്ത വിഷയം, നമ്മൾ അവിടെ ചർച്ച നടത്തിയത്, നമ്മൾ വിഭജിച്ച് നൽകിയ ചുമതലകൾ, ആ ചുമതലകളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ, അത് നമ്മൾ ശേഖരിച്ച അറിവുകൾ, ഇതെല്ലാം കൂടി നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുക ഒരു പുസ്തക രൂപത്തിൽ. അതിനെയാണ് നമ്മൾ രേഖപ്പെടുത്തൽ എന്ന് പറയുന്ന ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രോജക്റ്റ് രീതിക്ക് കുറച്ച് സവിശേഷതകളുണ്ട്. ഇത് പ്രശ്നാധിഷ്ഠിതമാണ്, ഉദ്ദേശാധിഷ്ഠിതമാണ്, പ്രവർത്തനാധിഷ്ഠിതമാണ്, അതേപോലെ തന്നെ യാഥാർത്ഥ്യമുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ സ്വന്തമായി കുട്ടികൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവസരം ഒരുക്കുന്നത് കൊണ്ട് ഇതിനകത്ത് സ്വാതന്ത്ര്യം ഇതിൻ്റെ സവിശേഷതയാണ്. അതേപോലെ തന്നെ നേടിയ അറിവ് പഠിതാക്കൾക്ക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് ഇത് ഉപയോഗക്ഷമത അഥവാ യൂസബിലിറ്റി ഉള്ള ഒരു മെത്തേഡാണ്. പിന്നെ യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് ഈ പ്രൊജക്റ്റ് രീതി. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തെ മാത്രം പരിഗണിച്ചല്ല പ്രൊജക്റ്റ് രീതി നമ്മൾ നടത്തുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മൾ പലതരം വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം കൂടി അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. സോ ഉദ്ഗ്രഥനം അഥവാ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. പിന്നെ പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളാണ്.
ഈ പ്രൊജക്റ്റ് രീതി നടക്കുന്ന ഒരു സംഘപ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ പ്രൊജക്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഇതിൻ്റെ ആശയത്തിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്താറുണ്ട്. ഈ ചർച്ചാ സംവാദം എന്നെല്ലാം പറയുന്നത് പലരുടെ അഭിപ്രായം നമ്മൾ പരിഗണിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒരു ജനാധിപത്യ രീതിയാണ്. അപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളും ഇതിൻ്റെ ഭാഗമാകാറുണ്ട്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അപഗ്രഥന രീതിയാണ്. അതായത് ഒരു വലിയ പ്രശ്നത്തെ എടുത്ത് ആ പ്രശ്നത്തിനെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണാണ്. ഇതിന് മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനം നടത്തുന്ന രീതി എന്നാണ് അപഗ്രഥ രീതിനെ തോണ്ടേക്ക് പറയുന്നത്. ഇതൊരു യുക്തിസഹജമായിട്ടുള്ള, അതായത് കണ്ടെത്തൽ പഠനത്തിനും ആശയഗ്രഹണത്തിനും വേണ്ടിയിട്ട് ഏറ്റവും നമ്മുടെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ കഴിയുന്ന ഒരു യുക്തിസഹജമായിട്ടുള്ള രീതിയാണ് അപഗ്രഥന രീതി. പക്ഷേ ഇത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതതിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതിയും കൂടിയാണ്. ലാസ്റ്റ് ശിശു കേന്ദ്രീകൃത രീതിയാണ് പ്രശ്ന പരിഹരണ രീതി അഥവാ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്ന് പറയുന്നത്. പഠനം അല്ലെങ്കിൽ ജീവിത സന്ദർഭത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അവസരം നമ്മൾ കുട്ടികൾക്ക് നൽകുകയാണ്. ഇതൊരു ബഹുതലങ്ങളുള്ള പ്രക്രിയയാണെന്നാണ് മേയർ പറയുന്നത്. ഇനി ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഐഡിയൽ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മെയിനായിട്ടും പ്രപ്പോസ് ചെയ്തത് ബ്രാൻസ്ഫോർഡ് ആൻഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന രണ്ട് സൈക്കോളജിസ്റ്റുകൾ കൂടിയിട്ടാണ് ഈ ഐഡിയൽ മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്രശ്നപരിഹരണ രീതി അഥവാ പ്രോബ്ലം സോൾവിങ് മെത്തേഡിനും നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ പല ഘട്ടങ്ങളുണ്ട്. ഒന്ന്, പ്രശ്നം എന്താണെന്ന് ആദ്യം നമ്മൾ നിർണ്ണയിക്കണം. രണ്ടാമത്തേത്, ഈ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തേത്, ഈ പ്രശ്ന കാരണങ്ങളെ കാര്യമായി വിശകലനം ചെയ്ത് അതിന് സാധ്യമായിട്ടുള്ള പലതരം പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നിർദ്ദേശിക്കണം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ നിർദ്ദേശിച്ച ഓരോ പരിഹാരങ്ങളിലും അത് നല്ലതാണോ, അത് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ അത് യൂസ് ആവില്ലേ എന്നൊക്കെ നമ്മൾ അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളും അത് പോസിബിൾ ആണോ എന്നൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറേ പരിഹാരങ്ങളിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുമ്പോഴേക്കും ഈ പരിഹാര മാർഗത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനുള്ള പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡിൽ ഒരു അധ്യാപികയുടെ റോൾ എന്ന് പറയുന്നത് ഈ പ്രശ്നം നിർവചിക്കുന്നതിന് അവസരമുണ്ടാക്കണം, അതേപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഒരുക്കണം, നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കണം, നിഗമനങ്ങളൊക്കെ അവസാനം അവർ കണ്ടുപിടിക്കുന്നത് അതിന് കൃത്യതയുണ്ടോ, അത് യുക്തിപൂർവമാണോ എന്നൊക്കെ ഉറപ്പാക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതൊക്കെയാണ്. ഏറ്റവും അവസാനത്തെ രീതി എന്ന് പറയുന്നത് കളിരീതി അഥവാ പ്ലേവേ മെത്തേഡാണ്. കളിയാണ് കുട്ടിയുടെ ഭാഷ. കളിക്കുന്നത് വഴി കുട്ടി കാര്യങ്ങളെ പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഒരു ഭാഷാപരിമിതിയൊക്കെയുള്ള കുട്ടിയാണ് എങ്കിൽ അവൻ്റെ ശാരീരിക ചലനം കൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയാണിത് വരുന്നത്. അങ്ങനെ അവരുടെ റോളുകളായിട്ട് ഇപ്പോൾ ഒരു ഭാഷാപരിമിതിയൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ അവൻ കളിച്ച് കായിക പ്രവർത്തനങ്ങളിലൂടെയും ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അവരവരുടെ റോളുമായിട്ട്, അതായത് മറ്റുള്ള കുട്ടികളുടെ റോളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കുട്ടി ശ്രമിക്കുന്നുണ്ട് അവിടെ.